Hi friends, once again welcome to my video blog AjayTechTips. ഞാൻ അജയ്, നിങ്ങളെല്ലാവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു അടിപൊളി അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ടെക് വീഡിയോസ് അൺബോക്സിംഗ് വീഡിയോയ്ക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അവസാനത്തേക്കൊന്നും വെക്കേണ്ട. ഇക്ക പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സ്പാം ആവില്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോ അതിനെ പറ്റി ഇരുന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്ലൂടൂത്ത് വാച്ച് ഫയർബോൾട്ടിൻ്റെ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഞാനിങ്ങനെ ഒരു വാച്ച് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന റിയൽമി ഡിസോ വാച്ച്. അത് നല്ല വാച്ച് തന്നെയാണ്, നമ്മളെ തേങ്ങയ്ക്കൊക്കെ ഹാർട്ട് ബീറ്റ് കിട്ടണം. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം, ഞാൻ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതും കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം. പിന്നെ സ്ട്രാപ്പ് ഒന്ന് മാറ്റി. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോളിംഗ് ചെയ്യാൻ പറ്റുന്ന അതും IP വാട്ടർ റെസിസ്റ്റ് ഉള്ള വാച്ച് തന്നെയാണ്, IP6 തന്നെയാണ്. അപ്പോൾ നമ്മൾ അത് എന്താണ് ഏതാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ്, റിവ്യൂ വീഡിയോ അല്ല. ഇതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്രോസും കോൺസും വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യണതാണ്. കാരണം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയുണ്ട്, ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ പേ ചെയ്ത് വാങ്ങിയ പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ധൈര്യമായി സത്യസന്ധമായി എനിക്ക് എന്ത് ചെയ്യാം, അഭിപ്രായം പറയാം. നമ്മളിപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ വെച്ചാൽ നമുക്ക് അവരെ പൊക്കി പറയേണ്ടി വരും. അപ്പോൾ ഇതങ്ങനെയല്ല, ഞാൻ പേ ചെയ്തതായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എനിക്കതിൻ്റെ നല്ല ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നമുക്ക് ഇതിന് പിന്നാലെ വരും. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനും ത്രില്ഡാണ്. ഈ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഞാനത് ചെയ്തില്ല. കാരണം നിങ്ങളും ഞാൻ ഒരുമിച്ച് കണ്ടാവുന്നപ്പോൾ ഇതിൽ വാച്ച് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇത് അൺബോക്സ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന്, കാരണം ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കിങ് ആമസോണിനേക്കാളും നല്ല പാക്കിംഗ് ആണ് അത് കാട്ടുന്നത്. അപ്പം ഇതാണ് ഫയർബോൾട്ടിൻ്റെ ആ വാച്ച്, സ്ക്രീനിൽ കാണുന്നില്ലേ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ മുമ്പിൽ തന്നെ ഇതാ വാച്ച് കാണിക്കുന്നുണ്ട്, വിത്ത് സ്ട്രാപ്പാണ്. ഇതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ 3D കർവ്ഡ് ടച്ച് ഡിസ്പ്ലേ എന്ന് എഴുതിയിട്ടുണ്ട്, 35.3 mm എന്ന് എഴുതിയിട്ടുണ്ട്, ലെക്സി എഡിഷൻ എഴുതിയിട്ടുണ്ട്, ബ്ലൂടൂത്ത് കോളിംഗ്, പിന്നെ ബ്ലൂടൂത്തിൻ്റെ സിമ്പിൾ ഉണ്ട്. ഇതൊരു കോളിംഗ് വാച്ചാണിത്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ വന്നിട്ട് 35.3 mm 1.39 ഡിസ്പ്ലേ എഴുതിയിട്ടുണ്ട്, XI ഫോർച്യൂൺ എന്ന് പറഞ്ഞുള്ള എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ ബ്ലൂടൂത്ത് കോളിംഗ് പറയുന്നുണ്ട്, സ്മാർട്ട് നോട്ടിഫിക്കേഷൻസ്, മൾട്ടിപ്പിൾ സ്പോർട്സ് മോഡ്സ് ഉണ്ട്, ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിങ്, സ്ലീപ്പ് മോണിറ്ററിങ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സ്ട്രോങ് ബാറ്ററി ലൈഫ്, IP67 വാട്ടർ റെസിസ്റ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന IP67 വാട്ടർ റെസിസ്റ്റ് തന്നെയാണ്. ഇതിൽ പറയുന്നത് നമ്മൾ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് ഒന്നും നമുക്ക് ജെനുവിനാണോ അറിയില്ല. കാരണം നമുക്കറിയാം ഡിസോന്റെ വാച്ച് ഞാൻ യൂസ് ചെയ്തിട്ട് അത് തേങ്ങയ്ക്ക് പോലും ഹാർട്ട് ബീറ്റ് എടുത്തിട്ടുള്ളത്. ഇത് അതേപോലെ തന്നെ ഒരു റിവ്യൂ വീഡിയോ വരും. ഇതിപ്പോൾ ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് കോളിംഗ് ഇത് യൂസ് ചെയ്യുന്ന ഒരാളുടെ കണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് വാങ്ങുന്നത്. അപ്പൊ ഈ ഒരു ഫയർബോൾട്ട് വാച്ച് ഇതിൽ ധോണിയുടെ പിക്ചർ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ, പിന്നെ ടോക്ക്. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു ഇതിന്റെ തുടക്കത്തിൽ. ഈ ഒരു കാര്യം പറയാൻ പറ്റും, ഇത് ഇന്ത്യയിൽ നിർമ്മിച്ച വാച്ചാണ്. പക്ഷെ മേ ബി ഇത് ചൈനീസ് പാർട്സ് ആയിരിക്കും. ഞാനിത് പെയ്ഡ് പ്രൊമോഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് ഇത് റിവ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ആദ്യം ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. മ്യൂസിക് ഒന്നും ഇടുന്നില്ല ഇത് പൊളിക്കുമ്പോൾ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം അവനെ. വാവ്, അടിപൊളി. ശരിക്കും ഒരു പ്രീമിയം റോയൽ ലുക്കുള്ള വാച്ചാണ്. എൻ്റെ സൈസൊക്കെ നോക്കണം. ഇതാണ് വാച്ച്. പിന്നെ വാച്ച് അവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ചാർജിങ് കേബിള് നമ്മൾ സാധാരണ വരുന്ന വാച്ചിൻ്റെ ഒക്കെ പോലത്തെ ചാർജിങ് കേബിൾ തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു ബുക്ക്, പിന്നെ ഇതിൻ്റെ ഒരു കാർഡ്, വാർണിംഗ് ഡു നോട്ട് യൂസിങ്, അങ്ങനെയുള്ള കുറച്ച് കാർഡുകളൊക്കെ ഉണ്ട്. ഗാനേൻ്റെ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്, പിന്നെ വേറെ ഏതാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വാച്ചാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്തത്. ഈ വാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ
മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.